നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി ശരത് ബി എന്നാണ് കുട്ടിയുടെ പേര്. ശരത് ബിയുടെ നക്ഷത്രം മകമാണ്. ആ കുട്ടി മസ്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, ഒമാൻ മസ്കറ്റ്. അവിടെ അണ്ടർ റൈറ്റർ ആയിട്ടാണ്, സീനിയർ അണ്ടർ റൈറ്റർ ഇൻ GIG ഇൻഷുറൻസ് കമ്പനിയിൽ അണ്ടർ റൈറ്റർ ആയിട്ടാണ് ആ കുട്ടി വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കൊല്ലത്തു നിന്നാണ് പഠിച്ചിരിക്കുന്നത്. MBA ആൻഡ് BCom. ഇതാണ് ആ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ, MBA ആൻഡ് BCom. അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് വന്നിട്ട് 5'11" വെയിറ്റ് വന്നിട്ട് 72 കിലോ ആണ്. നാട് വന്നിട്ട് അല്ലെങ്കിൽ നാറ്റീവ് പ്ലേസ് വന്നിട്ട് തൃശ്ശൂരാണ്. ഇപ്പോൾ അവർ തൃശ്ശൂർ തന്നെയാണ്, ആലുവയിലാണ് അവർ താമസിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ട് അത് എഴുതി കാണുന്നില്ല. അപ്പോൾ അച്ഛൻ വന്നിട്ട് റിട്ടയർഡ് സീനിയർ മാനേജർ കാനറ ബാങ്ക് ആണ്. അമ്മ വന്നിട്ട് ഹൗസ് വൈഫാണ്. ഒരു സഹോദരൻ ഉണ്ട്. ഒരിക്കൽ കൂടെ ശരത് ബിനെ കുറിച്ച് ഞാൻ പറയാം. ശരത് ബിയുടെ നാൾ വന്നിട്ട് മകം നക്ഷത്രമാണ്. 34 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. സീനിയർ അണ്ടർ റൈറ്റർ ആയിട്ട് മസ്കറ്റിൽ അല്ലെങ്കിൽ നല്ല ഒമാനിലെ നല്ല ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണ്. ഏകദേശമല്ല 25 ലക്ഷത്തിൽ പരം സാലറി ആ കുട്ടിക്ക് അവിടെ കാട്ടിയിട്ടുണ്ട്, നമ്മുടെ പ്രൊഫൈലിൽ കാട്ടിയിട്ടുണ്ട്. ഹൈറ്റ് വന്നിട്ട് 5'11" 72 kg വെയിറ്റ് ആണ്. നാട് വന്നിട്ട് ആലുവയിലാണ് അവർ താമസിക്കുന്നത്. തൃശ്ശൂർ സ്വദേശികളാണ്. അച്ഛൻ വന്നിട്ട് റിട്ടയർഡ് സീനിയർ മാനേജറാണ് കാനറ ബാങ്കിൽ. അമ്മ വന്നിട്ട് ഹൗസ് വൈഫാണ്. ഒരു ബ്രദറുണ്ട്. അപ്പോൾ ഇതാണ് ശരത് ബിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എല്ലാ വീഡിയോകളിലും പറയുന്ന അതേ കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഏത് കുട്ടിക്കാണ് വീട്ടിൽ വിവാഹം നോക്കുന്നത് എങ്കിൽ ഒരു ദിവസമെങ്കിലും ലീവ് എടുത്ത് അച്ഛൻ, അമ്മ, സഹോദരങ്ങളൊക്കെ ആയിട്ട് ഒരു ഡിസ്കഷൻ മസ്റ്റായിട്ട് നടത്തുക. എന്തിനാണ് ഈ ഡിസ്കഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛനും അമ്മയും അല്ലെങ്കിൽ മക്കളുമൊക്കെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ഇവരുടെ ആവശ്യം? മകനാണ് നോക്കുന്നത് എങ്കിൽ വരുന്ന പെൺകുട്ടി എവിടെ ജോലിയുള്ളതായിരിക്കണം, എത്ര ക്വാളിഫിക്കേഷൻ ഉള്ളതായിരിക്കണം, എത്ര ഹൈറ്റ് ഉള്ളതായിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കണം. പെൺകുട്ടിക്കാണ് നോക്കുന്നതെങ്കിൽ ആൺകുട്ടിയുടെ ക്വാളിഫിക്കേഷൻ, ജോലി, ലൊക്കേഷൻ, ഈ വക കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം ഒരു പാരൻറ്റുമായിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ നിങ്ങൾ മക്കളുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറയാനുള്ള ഒരു ഏർപ്പാട് ഉണ്ടാവരുത്. എന്തായാലും വേണം, മക്കളുമായിട്ട് സംസാരിക്കേണ്ടി വരും. എന്നാൽ പോലും ഒരു പരിധി വരെയുള്ള കാര്യങ്ങളൊക്കെ അച്ഛനും സഹോദരങ്ങളും അമ്മയൊക്കെ മനസ്സിലാക്കി വെക്കണം. അടുത്തത്, നമ്മൾ ഏത് സമയവും വിവാഹകാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ജാതകമാണ് നമ്മളുടെ അടുത്ത സബ്ജക്റ്റ്. നല്ലൊരു ശതമാനം രക്ഷിതാക്കളും അമിതമായി ജാതകത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ജാതകത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതോ അത് നോക്കാതിരിക്കുക, അതൊന്നും ഒരു വിഷയമല്ല. അതൊക്കെ നിങ്ങൾ ചെയ്യണം, നോക്കാം. പക്ഷേ ഒരു പരിധി വിട്ട് ജാതകത്തിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്കറിയാം, ജ്യോതിഷം ഞങ്ങൾക്കറിയാം എന്നുള്ള രീതിയിലുള്ള വർത്തമാനം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല. ജ്യോതിഷം അറിയെങ്കിൽ മാത്രം സംസാരിക്കുക. ജ്യോതിഷം അറിയാത്തവർ കഴിയുന്നതും അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാതിരിക്കുക. അതായിരിക്കും വളരെ ഉത്തമമായിട്ടുള്ള കാര്യം. ഇല്ലെങ്കിൽ രാഹുദോഷം, കുജദോഷം, ചൊവ്വാദോഷം, പിന്നെ 8 ചൊവ്വ, 7 ചൊവ്വ, ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആളുകൾ വിളിക്കുമ്പോൾ എന്നോട് പറയുന്നത് കേൾക്കാം. സ്ലൈറ്റ് ദോഷം, അരദോഷം, 1 ദോഷം, 2 ദോഷം, 2.5 ദോഷം, ശുദ്ധജാതകം, ഇതൊന്നും നമ്മൾ പറയേണ്ട ഒരാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. 2 പ്രൊഫൈലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, 2 പേരും ഓക്കെയാണ് കഴിഞ്ഞാൽ, ഫോട്ടോ ഒക്കെ കണ്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മൾ ജ്യോതിഷം നോക്കുന്നത്.
ജ്യോതിഷം കൃത്യമായിട്ട് പോയിട്ട് നോക്കുക, നമ്മളായിട്ടൊന്നും പറയണ്ട. ഇപ്പം ഏതെങ്കിലും ഒരു പ്രൊഫൈൽ കണ്ടു പൂരാടമാണ് നക്ഷത്രം, അയ്യോ പൂരാടം ഞങ്ങൾക്ക് ചേരില്ല കേട്ടോ എല്ലാം എടുത്തങ്ങ് പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കൃത്യമായിട്ട് ജ്യോതിഷന്റെ അടുത്ത് പോയി വിശദമായി നോക്കുക. ഒരേ ജ്യോതിഷനെ കൊണ്ട് തന്നെ എല്ലാ പ്രൊഫൈലും നോക്കിപ്പിക്കരുത്, വ്യത്യസ്ത ജ്യോതിഷന്മാരെ കൊണ്ട് നോക്കണം. നല്ലവണ്ണം ഇഷ്ടപ്പെട്ട പ്രൊഫൈല്, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫൈൽ കണ്ടാൽ നമ്മൾ അച്ഛനമ്മ മക്കളൊക്കെ പാടെ പറയോ അയ്യോ ഇത് കിട്ടിയിരുന്നൊക്കെ നന്നായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും 4 or 5 ജ്യോത്സ്യരുടെ അടുത്തെങ്കിലും പോകണം. ഒരു കാരണവശാലും ഒരാൾ നോന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവിടുത്ത് പോയി ചെക്ക് ചെയ്യിപ്പിക്കാതിരിക്കരുത്. ചെക്ക് ചെയ്യണം, തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. അടുത്തത്, 2 കൂട്ടർക്കും ഓക്കെ, ജ്യോതിഷം അതായത് ആസ്ട്രോളജി, ഹോറോസ്കോപ്പ് എവറിത്തിങ് ഈസ് ഓക്കെ. ഇനി ഫർദർ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയും എന്നാണ് പെണ്ണ് കാണാൻ വരുന്നത് എന്നാണ് ചോദിക്കുക. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, ഒരു കാരണവശാലും പെണ്ണ് കാണൽ ചടങ്ങ് വളരെ പെട്ടെന്ന് നടത്തരുത്. കുട്ടികൾ തമ്മിൽ വാട്സാപ്പ് നമ്പർ എക്സ്ചേഞ്ച് ചെയ്യുക കുട്ടികളുടെ, എന്നിട്ട് അവർ തമ്മിൽ ഒരു 10-15 ദിവസമെങ്കിലും മിനിമം അവരൊന്ന് ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക. ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്തതിന് ശേഷം അവർ 2 പേരും വളരെ കംഫർട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പെണ്ണ് കാണൽ ചടങ്ങിലോട്ട് പോവുക. അല്ലാതെ ചാടിക്കയറി പോയി പെണ്ണ് കണ്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കല്യാണം എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലപ്പോൾ ഇവർ കംഫർട്ട് അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് ഒരു റിസ്ക് എടുക്കണ്ട, കുറച്ച് സമയം എടുത്തോളൂ. കുറച്ച് സമയമെടുത്ത് നന്നായി സംസാരിക്കൂ. പെൺകുട്ടി ആൺകുട്ടിയും നന്നായിട്ട് സംസാരിക്കട്ടെ, അവർ നന്നായിട്ട് ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യട്ടെ. 4-5 കാര്യങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. 1, ഏതെങ്കിലും തരത്തിലുള്ള ലവ് അഫെയർ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചോദിക്കണം. എന്നാൽ പിന്നെ അതോടെ കഴിഞ്ഞു, ബാക്കി വർത്താനം പിന്നെ പറയേണ്ട കാര്യമില്ല. 2, കുടുംബ പാരമ്പര്യം, കുടുംബ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, അച്ഛൻ്റെ ജോലി എവിടെയായിരുന്നു, അച്ഛൻ എന്താണ് ക്വാളിഫിക്കേഷൻ, അമ്മ എന്താണ് ക്വാളിഫിക്കേഷൻ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് നെഗറ്റീവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. അടുത്തത്, 3-ാമത്തെ കാര്യം, മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. മെഡിസിൻ ഏതെങ്കിലും തരത്തിൽ ലോങ് ടേം ഷോർട്ട് ടേം ആയിട്ടുള്ള മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചോദിക്കുക, മനസ്സിലാക്കുക. എഡ്യൂക്കേഷൻ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു പഠിച്ചിരുന്നത്, MTech ആണോ BTech ആണോ MBBS ആണോ, എന്തായാലും അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ എഡ്യൂക്കേഷനെ പറ്റി വല്ലാതെ വറിപ്പെടേണ്ട, കാരണം അവർ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് കഴിഞ്ഞിട്ടായിരിക്കും അവർ അതിൽ അപ്പോയിൻമെൻ്റ് ലെറ്റർ കൊടുത്തിട്ടുണ്ടാവുക. 4-ാമത്തെ കാര്യം അല്ലെങ്കിൽ 5-ാമത്തെ കാര്യം, കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, അമിതമായ വല്ല ബാങ്കിങ് ലോൺസ്, ബാങ്കിൽ നിന്ന് വല്ല ലോണുകൾ വല്ലതും അമിതമായിട്ട് എടുത്തിട്ടുണ്ടോ. അത്യാവശ്യം കുടുംബങ്ങളിലൊക്കെ ലോണുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒരു സർവ്വസാധാരണയാണ്, അതിനെ ഒരു തെറ്റായിട്ട് കാണേണ്ട കാര്യമില്ല. പക്ഷേ ഒരു 10 ലക്ഷം ലോണിന് പകരം 25 ലക്ഷം ഉണ്ടോ 30 ലക്ഷം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നാളെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കും കൂടെ വരും. ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പെണ്ണ് കാണൽ ചടങ്ങ്. അതൊരു ചടങ്ങ് മാത്രമേ ആവാൻ പാടുള്ളൂ. പുറത്ത് വെച്ച് കുട്ടികൾ മസ്റ്റായിട്ട് കണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ സംസാരിക്കണം, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യണം. വല്ല കോഫി ഹൗസിലോ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നൊരു കോഫിയൊക്കെ കുടിച്ച് കാര്യങ്ങൾ നന്നായിട്ട് സംസാരിക്കുക. ബോഡി ലാംഗ്വേജ്, സംസാരിക്കുന്ന ഓരോ സബ്ജക്റ്റും അവരുടെ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും പെണ്ണ് കാണലിന് വന്നാൽ ഈ വക കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല. പല കുട്ടികളെ എനിക്കറിയാം, അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പെണ്ണ് കാണൽ ചടങ്ങിനും ഒക്കെ പോകുന്നവർ. അവർക്ക് വേറെ പല ലവ് അഫെയറൊക്കെ ഉണ്ടാവും. അച്ഛൻ്റെയും അമ്മയുടെയും വിചാരം അല്ല, ഈ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവർ ശരിയായിക്കോളും. അത് നേരെ തിരിച്ചാ സംഭവിക്കുക. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളങ്ങ് ശരിയാവും, അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല.
അപ്പോൾ അതിനൊന്നുള്ള ഏർപ്പാടുകൾ ഉണ്ടാവരുത്. ഒരു കാരണവശാലും ഡിവോഴ്സ് ലെവലിലേക്ക് പോകരുത്. നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക. കമ്മ്യൂണിക്കേഷൻ്റെ അഭാവം എവിടെ സംഭവിക്കുന്നോ അവിടെയാണ് കൂടുതലും ഡിവോഴ്സ് കേസുകൾ ഞാൻ കാണുന്നത്. നന്നായിട്ട് സംസാരിക്കൂ, ഒരു മടിയും വിചാരിക്കേണ്ട. ഇപ്പം നിങ്ങൾ സംസാരം കുറച്ചാൽ പിന്നേക്ക് കുറേ സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ജയശങ്കർ ഒറ്റപ്പാലം.